രാഹുൽ പശുപാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അഭിഭാഷകയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് കുറ്റപത്രം. രാഹുലിന്റെയും ഭാര്യ രശ്മി ആർ നായരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കിസ് ഓഫ് ലവ് പേജ് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് കിസ് ഓഫ് ലവ് വക്താക്കൾ. രാഹുലിന്റെ സെക്സ് റാക്കറ്റുമായി കിസ് ഓഫ് ലവിന് ബന്ധമില്ലെന്നും ആരോപണങ്ങളിലൂടെ ചുംബന സമരത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തകർക്കാനാവില്ലെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം രാഹുൽ പശുപാലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പിതാവ് പശുപാലിന്റെ വെളിപ്പെടുത്തലുണ്ടായി. കുടുംബത്തിൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് മകനെന്നും മകന്റെ ശല്യം കാരണമാണ് താൻ വീട് വിട്ടു പോയതെന്നും കാട്ടി പിതാവ് പശുപാലൻ രംഗത്തെത്തി. രശ്മിയുമായുള്ള കൂട്ടാണ് രാഹുലിനെ ഇത്തരത്തിൽ കുഴപ്പത്തിൽ ചാടിച്ചതെന്നും പശുപാലൻ ആരോപിച്ചു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്ത് IPS, ഒപ്പം BJP നേതാവ് ശ്രീ JR പത്മകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, രാഹുൽ ഈശ്വർ, ഫേസ്ബുക്ക് സോഷ്യൽ മാധ്യമ പ്രവർത്തകൻ ശ്രീ VK ആദർശ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ശ്രീജിത്ത് IPSലേക്ക്. ശ്രീ ശ്രീജിത്ത്, ഇപ്പോൾ ഏതുവരെ ആയി പറയാൻ പറ്റുന്നിടത്തോളം ഈ കേസിന്റെ അന്വേഷണം? നോക്കൂ, ഈ കേസിൻ്റെ അന്വേഷണം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ കേസ് എടുത്തതിന് ശേഷമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അറിയാവുന്ന സുപരിതമായ ഒരു ഓപ്പറേഷൻ്റെ പേരുണ്ട്, ഓപ്പറേഷൻ ബിഗ് ഡാഡി. പോലീസിൻ്റെ ഒരു പെറ്റേണൽ മുഖമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ ഈ തരത്തിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 30 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അതിൽ 29ാമത്തെയും 30ാമത്തെയും പ്രതികളാണ് നിങ്ങൾ ഈ പറഞ്ഞ 2 വ്യക്തികൾ. ഞങ്ങളെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഈ പ്രക്രിയ കഴിഞ്ഞ ഒരു 5-6 മാസമായി നടക്കുകയാണ്. അതിൽ ആദ്യത്തെ FIR ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞങ്ങൾ ഇട്ടുകയും അതിനെ തുടർന്ന് അന്ന് ഏകദേശം ഒരു 5 പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് അടുത്ത കേസ് തുടർന്ന് തന്നെ എടുക്കുകയും അതിലും തുടർന്ന് ഏകദേശം 12ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് 3ാമത്തെ സംഭവമാണ്. ഇങ്ങനെ ഓൺലൈൻ നവമാധ്യമങ്ങളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്ത് കുട്ടികളെയും നമ്മുടെ നാടിൻ്റെ നിയമങ്ങളെയും മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായ സുരക്ഷ ഒരുക്കുവാനുമുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്ന പ്രക്രിയയാണിത്. അതിനകത്ത് യാദൃശ്ചിക വന്നുപെട്ട പ്രതികൾ എന്ന് തന്നെ വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഞങ്ങളുടെ മുമ്പിൽ ഇവരാരാണെന്നുള്ളത് പ്രസക്തമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസും അത് കഴിഞ്ഞുണ്ടായിട്ടുള്ള അല്ലാതെയുള്ള എവിഡൻസും മാത്രമാണ് ഞങ്ങൾക്ക് പ്രസക്തം. അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് കേസിൽ ഇന്നലെ ഈ പ്രതികളെ എല്ലാവരെയും നമ്മൾ അറസ്റ്റ് ചെയ്ത 12 പ്രതികളെയും നമ്മൾ കൊടുത്തിട്ടുള്ള എവിഡൻസ് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കഴിഞ്ഞിട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അവരെ നമ്മൾ കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം അന്വേഷണത്തിന് വഴിയെ വരേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ശ്രീ ശ്രീജിത്ത് IPS, പക്ഷേ ഈ കേസിൽ 29ാമത്തെയും 30ാമത്തെയും പ്രതികൾ ആണല്ലോ ഈ പറഞ്ഞ 2 പേരുകാർ. പക്ഷേ ഇതിന് വലിയ വലിയ മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെയുള്ള പറച്ചിലുകൾ പല ഭാഗത്തും ഉണ്ടല്ലോ. ഈ 28 വരെയുള്ള പ്രതികൾ ഏത് അർത്ഥത്തിൽ എന്തൊക്കെ രീതികളിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സാധിക്കുന്നത്? നോക്കൂ, ഇപ്പം പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്ത് ഞാൻ പറഞ്ഞോളട്ടെ. 28, 29, 30ാമത്തെയും പ്രതി എന്നുള്ള അർത്ഥമില്ല. 3 കേസുകൾ എടുത്തതിൽ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ എന്നുള്ള അർത്ഥം മാത്രമേ ഞാൻ ഈ പറഞ്ഞതിനുള്ളൂ. ഇവരുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം പൂർണ്ണമായും ഏതൊക്കെ രീതിയിൽ എത്ര കണ്ട് ഏത് ഡിഗ്രിയിലാണ് ഇവർ ഓരോരുത്തരും പങ്കെടുത്തിട്ടുള്ളതെന്നുള്ള പൂർണ്ണമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ കിട്ടിയിട്ടുള്ള എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസിൽ ഇവരുടെ ഉത്തരവാദിത്വം നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നതിൻ്റെ പുറത്താണ് ഈ നടപടികൾ ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾക്ക് കോടതി മുമ്പാകെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പാകെയൊക്കെ ഞങ്ങൾ കാണിച്ച് അവരുടെ ബോധ്യത്തിലിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പോൾ അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരാര് എന്നുള്ളതിനോ ഇവർക്ക് ഉള്ള എന്താ പറയുക സമൂഹത്തിലുള്ള ഇവർ ഇത്തരം ഈ ചെയ്തികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മറ്റ് ചെയ്തികൾ കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. പിന്നെ ഇതിനാരുടെയൊക്കെ പേരുണ്ട് എന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞങ്ങൾ അന്വേഷിക്കുന്നതിനനുസരിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആര് തന്നെയാണെങ്കിലും അവരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള
ഉചിതമായ നിയമ നടപടി അവരുടെ പേരിലുണ്ടാവും എന്ന് മാത്രമേ എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ആരുടെയും പേരുകളൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല പോലീസ്. തീർച്ചയായിട്ടും താങ്കൾ ആ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്വേഷണത്തിന്റെ വഴിയിൽ ഈ കാര്യങ്ങളിൽ പലതും പറയുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ശ്രീജിത്ത് IPS, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പേരുകളും വമ്പന്മാർ ആണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അവരാരും ഈ വല പൊട്ടിച്ച് താങ്കൾ പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ആ ഒരു കരുതൽ തടങ്കലിൽ നിന്ന് മോചിതരായി പുറത്തേക്ക് ഓടില്ല, അവർ രക്ഷപ്പെടില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? തീർച്ചയായും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പേരുകൾ, പല പേരുകളും പലരും പറഞ്ഞു കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പേരുകളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്വേഷിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ്, അതായത് ഈ മനുഷ്യരെ കടത്തി വിൽപ്പന നടത്തുന്ന പ്രക്രിയ, ലിവിങ് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ, എൻറ്റൈസിങ് ഇൻ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ, ട്രാഫിക്കിംഗ്, IT ആക്ട് അനുസരിച്ചുള്ള 67-ാം വകുപ്പ്, അതായത് ഒബ്സീനായിട്ടുള്ള ലിറ്ററേച്ചറും ഒബ്സീനായിട്ടുള്ള ചിത്രങ്ങളും നെറ്റിൽ പോസ്റ്റ് ചെയ്ത് ആൾക്കാരെ എൻറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ പ്രക്രിയകളെല്ലാം തന്നെ ഒഫൻസസ് ആണ്. അതിന് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ തെളിയുന്ന മുറയ്ക്ക് അവരാര് തന്നെയാണെങ്കിലും അവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുൻപാകെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ ഓൺലൈൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കിട്ടുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ രേഖാരൂപത്തിൽ ഞങ്ങൾക്കോ ലോകത്താർക്കുമോ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആലേഖനം ചെയ്ത് കിടക്കുന്നവയാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇത് വാമൊഴി വരമൊഴിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേസുകളല്ല ഇത് കൃത്യമായി ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി ഏത് ഫോറത്തിലും എപ്പോൾ വേണമെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അത് ആവശ്യത്തിൽ കൂടുതൽ സംഭരിച്ചതിന് ശേഷമാണ് ഈ ഓപ്പറേഷൻ പോലും നടന്നതെന്ന് ഞാൻ ഇപ്പോൾ ജനസമക്ഷം അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ എന്താ പറയുക, നിതാന്തമായൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട്, ഞങ്ങളുടെ പോലീസിലൊരു വലിയ കൂട്ടായ്മയുടെ പരിശ്രമ ഫലമായിട്ട് നടത്തിയെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലൊരു ഫിഗർ ഹെഡായിട്ട് ഞാൻ IG ആയിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പോലീസ് ചീഫിൻ്റെ നിർദ്ദേശവും ഞങ്ങളുടെ കീഴിലുള്ള ഒരുപാട് പേരുടെ, ഞങ്ങളുടെ ADGPയുടെ നിർദ്ദേശം, ഞങ്ങളുടെ കീഴിലുള്ള ഒരുപാട് പേരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ പ്രക്രിയയാണ്. അതിനെ എന്തെങ്കിലും ആരോപണമോ വിവാദമോ വലിച്ചുണ്ടാക്കി അതിനെ വില കുറച്ച് കാണരുത് എന്ന് മാത്രമേ ഇത്തരണത്തിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളൂ. തീർച്ചയായും ശ്രീജിത്ത് IPS ഒരു തരത്തിലും അങ്ങനെ സംശയിക്കേണ്ടതില്ല. ശ്രീജിത്ത് IPSന്റെയും ഒപ്പം ഈ ഓപ്പറേഷൻ ബിഗ് ഡാഡിയിലെ ടീമിനെയും ഈ ഘട്ടത്തിൽ അനുമോദിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഈ ചർച്ചയിൽ അനുമോദിക്കുക തന്നെയാണ്. പക്ഷേ അവിടെ മുൻകാല അനുഭവങ്ങളാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കഴക്കൂട്ടത്ത് നടന്ന പെൺവാണിഭമാണല്ലോ താങ്കൾ ആദ്യം സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുപോലെയുള്ള കേസിലൊക്കെ അതിൽ പിടിക്കപ്പെട്ട ആളുകൾക്കൊക്കെ ഏത് പരിധിവരെ അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു, അവർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതൊക്കെ അങ്ങേക്ക് തന്നെ ആലോചിക്കാവുന്നതാണല്ലോ. അതുപോലെയുള്ള അത്രയും മാത്രമേ ഇതിലും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ? അതിനപ്പുറമുള്ള തെളിവുകൾ ഇവിടെ ഉണ്ടോ ശ്രീജിത്ത്? താങ്കൾ പറഞ്ഞത് വ്യക്തമായില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു. ശ്രീജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിന് മുൻപുള്ള ചില കേസുകൾ, ഇതേപോലെയുള്ള കേസുകൾ, പെൺവാണിഭത്തിൻ്റെ പേരിലുണ്ടായ കേസുകളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ ശിക്ഷയുടെ കാര്യത്തിൽ ഏത് പരിധിവരെ കൊണ്ടുചെല്ലാൻ സാധിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ പല പരിമിതികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയുള്ള, കമ്പ്യൂട്ടർ പോലെയുള്ള ചില ഉപകരണങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ചില ചിത്രങ്ങൾ കാണുമ്പോൾ അന്വേഷണം അവസാനിക്കാറാണ് പതിവ്. പല കേസുകളും നമുക്കറിയാം. അതുപോലെ എന്തെങ്കിലും ഇവിടെയും സംഭവിക്കുമോ? അതിനപ്പുറമുള്ള തെളിവുകൾ മുഖേന താങ്കൾ എല്ലാം ഉറപ്പിച്ചിട്ടാണോ ഇപ്പോൾ ഈ കേസുമായി ഈ ഓപ്പറേഷൻ ബിഗ് ഡാഡി ടീം മുന്നോട്ട് പോകുന്നത്? താങ്കളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന് മുമ്പുണ്ടായ കേസുകൾക്ക് ഉണ്ടായ പരിസമാപ്തി, പലപ്പോഴും ഉദ്ദേശിച്ച രീതിയിലുള്ള പരിസമാപ്തി ഇതിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങയുടെ പരാമർശത്തിൻ്റെ പൊരുളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണല്ലോ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അത് ഇതിനുണ്ടാകുമോ എന്നാണ് എൻ്റെ സംശയം. ഇതിനെനിക്ക് പറയാനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷിക്കേണ്ടി വരുമ്പോൾ ഓൺലൈൻ വഴിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ രേഖയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല, താങ്കൾക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. ഞാനും താങ്കളും തമ്മിലുള്ളൊരു സംഭാഷണം ഓൺലൈനിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡേറ്റയായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ ഡേറ്റ ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്.
അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനി അന്വേഷണ സംഘത്തിന് പോലും വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ ജനസമക്ഷം അറിയിച്ചുകൊള്ളുകയാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ആകുലപ്പെടേണ്ട മറ്റ് വലിയൊരു വിഷയമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും ഇപ്പോഴും സുരക്ഷിതരല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ കരുതലോടുകൂടി ഇരുന്നില്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വഴിതെറ്റി പോകാനും നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നാശോന്മുഖമായിട്ട് ജീവിതത്തിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിൻ്റെ ഈ സംരംഭത്തിന് പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവരും സഹകരിച്ച് ഇത്തരത്തിലുള്ള ക്രിമിനൽ ടെൻഡൻസികളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഞങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. തീർച്ചയായിട്ടും ശ്രീ ശ്രീജിത്ത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ താങ്കൾ കേട്ടോ എന്നറിയില്ല ഈ പരിപാടി തന്നെ പീപ്പിൾ തന്നെ അങ്ങേക്കും ടീമിനും ആശംസകളും അറിയിച്ചത്. ഈ പരിധിയിൽ ഈ അവസരത്തിൽ എത്രമാത്രം പറയാൻ പറ്റുമോ ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ. പക്ഷേ അവിടെ ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. ഈ കേസിൽ താങ്കൾ കണ്ടെത്തിയ തെളിവുകൾ, താങ്കളുടെ ടീം കണ്ടെത്തിയ തെളിവുകൾ ഒരു സൈബർ കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്കും പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള നിലയ്ക്കും അല്ലാതെ അതിനപ്പുറമുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടോ? താങ്കളുടെ ചോദ്യം വീണ്ടും എനിക്ക് ക്ലിയർ ആയില്ല, നല്ല മുഴക്കം വരുന്നുണ്ട്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത. തീർച്ചയായിട്ടും അത് സാങ്കേതികമായ ഭാഗത്ത് ആ ശ്രദ്ധ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ശ്രീ ശ്രീജിത്ത്, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി പറയാം. ഇതൊരു സൈബർ കുറ്റകൃത്യം ആണ് ഒന്നാമതായി. രണ്ടാമതായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു. ഈ രണ്ട് ഭാഗത്തും മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണോ ഈ കേസിലുള്ളത്? ഇത് രണ്ടും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു, വേശ്യാവൃത്തിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നത് ഈ നാട്ടിലൊരു കുറ്റകൃത്യമാണ്. വേശ്യാവൃത്തിക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്നത് കുറ്റകൃത്യമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു ഗുരുതരമായ കുറ്റം സെക്ഷൻ 370. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ. ഇതുകൂടാതെ ഈ നമ്മുടെ പ്രതിയായിട്ടുള്ള രശ്മിയെ തന്നെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ എവിടെ താമസിച്ചിരുന്ന് ഈ വ്യക്തികൾ എല്ലാവരും ചേർന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന് അവർ സ്വയം വശംവദിയായിരിക്കുന്നു. ഇതെല്ലാം ട്രാഫിക്കിങ്ങിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന് പണം പറ്റുക എന്നുള്ളത് അതിലും ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നു. ഇത് ഓൺലൈൻ വഴി ആയതുകൊണ്ട് നമുക്ക് സാക്ഷിമൊഴികളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു ആവശ്യം ഗതികേടും പോലീസിനുണ്ടാകുന്നില്ല. ഇത് വളരെ രേഖകളോടുകൂടി, അതായത് ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത രേഖകളോടുകൂടി ഇത് സൈബർ സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള തെളിവുകളാണ്. ആ തെളിവുകൾ നമുക്ക് ഉപയോഗിച്ച് ഈ കുറ്റകൃത്യം തെളിയിക്കാനും അതിന് ശിക്ഷ മേടിച്ചു കൊടുക്കാനും സാധിക്കുമെന്നാണ്, മാതൃകാപരമായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ ശ്രീജിത്ത് അങ്ങയിലേക്ക് തിരിച്ചെത്താം. ശ്രീ വി കെ ആദർശ് ചേർന്നിട്ടുണ്ട്. ശ്രീ വി കെ ആദർശ്, ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് IPS പറഞ്ഞ കാര്യം താങ്കൾ കേട്ടല്ലോ. ഓൺലൈനിലെ തെളിവുകൾ ആണ് അദ്ദേഹം മുഖ്യമായി പറയുന്നത്. മായ്ച്ചു കളയാൻ പറ്റാത്ത തെളിവുകളാണത്. ഇത്തരത്തിൽ ഓൺലൈനിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. എന്തൊക്കെ തരത്തിൽ മാനഹാനി വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ മാധ്യമങ്ങളിലും സിനിമകളിലും ഉള്ളത് താങ്കൾക്കറിയാമല്ലോ. ഏത് പരിധി വരെ ശ്രീ ശ്രീജിത്ത് IPSന്റെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ കൃത്യമായ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തും എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ശ്രീ വി കെ ആദർശ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നെ അറിയാലോ, ഞാനും ലാലും ഒക്കെ നടത്തുന്ന ഈ ചർച്ചകളെല്ലാം നമുക്ക് ഈ കിട്ടിയ തെളിവുകളുടെയും കിട്ടിയ ഊഹാപോഹങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ അന്വേഷണത്തിൻ്റെ മുഖ്യ ഉദ്യോഗസ്ഥൻ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയും വേണം. ഇനി കിസ് ഓഫ് ലവിൻ്റെ സമരത്തെയും രാഹുൽ പശുപാലനെയും രണ്ടും രണ്ടായി തന്നെ കാണണം. രാഹുൽ പശുപാലൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അർഹിക്കുന്ന ശിക്ഷ വളരെ കൃത്യമായി വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഇതിനെ ഈ കിസ് ഓഫ് ലവുമായി കൂട്ടിക്കെട്ടുന്നതിനകത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കിസ് ഓഫ് ലവ് ഞാൻ വിളിക്കുന്നില്ല, സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു സമരമായി കൂട്ടിക്കെട്ടുന്നതിനകത്ത് ഇതിനകത്ത് വലിയ യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് യുക്തി ഇല്ല എന്നുള്ളതും കൂടി പറയാം.
ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സാധാരണ രീതിയിൽ ഒരു പൊതുബോധം, സമരത്തെക്കുറിച്ചുള്ള ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട്. സമരം നയിക്കാൻ ഒരാളുണ്ടാകണം, സമരത്തിന് വ്യക്തമായ ചില രീതികളിലൂടെ സമരം പോകാം. സോഷ്യൽ മീഡിയയിലുള്ള ഒരു സമരം എന്ന് പറയുന്നത് ഒരു കോസാണ് ആദ്യം ഉണ്ടാവുന്നത്. ആ കോസിന്റെ പിന്നിലാണ് ജനങ്ങൾ അണിനിരക്കുന്നത്, അല്ലാതെ വ്യക്തികൾക്ക് പിന്നിലല്ല ഈ ജനങ്ങൾ ഒട്ടനവധി ഒരു വലിയ ജനതതി അണിനിരക്കുന്നത്. ഇവിടെ ഒരു കോസ് ഉണ്ടായി, ഒരു സോഷ്യൽ കോസ് ഉണ്ട്. ആ സോഷ്യൽ കോസ് ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിൽ. ആ സോഷ്യൽ കോസ് ഇനിയും മുമ്പോട്ട് പോവുക തന്നെ വേണം. അങ്ങനെ ഒരു സോഷ്യൽ കോസിന്റെ മുമ്പിലേക്ക് ആളുകൾ വന്ന് എടുത്തു ചാടുന്നു. ആ ആളുകളുടെ നിന്ന് മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരു നേതാവ് വേണ്ടി വന്നേക്കാം, കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ പത്രങ്ങൾക്കോ ആർക്കൊക്കെ വേണ്ടി വന്നേക്കാം. സ്വയം ഈ ഒരു അവസരം ഇങ്ങനെയുള്ള ഒരാൾ ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ അത് കുറ്റം തന്നെയാണ്. അത് പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. അതേസമയം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക നേതാവില്ലാതെ പലതരം ആശയങ്ങൾ ചർച്ച ചെയ്ത് പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ അന്തരീക്ഷം കെട്ടുപോയിട്ടില്ല. അത് ഇനിയും കേരളത്തിലല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വ്യക്തിയുടെ അപജയം മാത്രമായി മാറ്റിക്കാണാം. മറിച്ച് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു സമരത്തെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു മോബോക്രസി അല്ലെങ്കിൽ വലിയൊരു ജനതതി വഴി നടക്കുന്ന ഒരു സമരത്തെ അതിന്റെ തലത്തിലും കാണാം. തീർച്ചയായിട്ടും തിരിച്ചെത്താം ശ്രീ വി കെ ആദർശ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഈ വി കെ ആദർശ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഈ ഓപ്പറേഷൻ ബിഗ് ഡാഡിയിലൂടെ രാഹുൽ പശുപാലൻ എന്നുള്ള മുഖത്തെ മാത്രമല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. കിസ് ഓഫ് ലവ് തന്നെയാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്. അത് ഇവിടെ ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഒരു പ്രശ്നമല്ല, അജണ്ടയല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഈ കേസിലൂടെ പക്ഷേ ഇപ്പോൾ ഒരു പ്രസ്ഥാനം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് കിസ് ഓഫ് ലവ് ആണ്. അവരുടെ ഒരു കോസിനെ കുറിച്ചാണ് ഇപ്പോൾ നേരത്തെ വി കെ ആദർശ് പറഞ്ഞത്. അത്തരത്തിലുള്ള സമരങ്ങളുടെ ഒരു നിലവാരം തന്നെ ഇല്ലാതാകുന്നു, അതിൻ്റെ ഒരു സാധ്യത തന്നെ ഇനി മുന്നോട്ടില്ല എന്ന അർത്ഥത്തിലേക്ക് കാണുന്നുണ്ടല്ലോ ചിലരെങ്കിലും. അങ്ങനെയുള്ള പോസ്റ്റുകളും ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും? അല്ല, ഈ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെല്ലാം പിടിക്കപ്പെടുമ്പോൾ എന്താ പറയുന്നത്? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തെ ഞാൻ അനുസരിക്കുന്നു, വിധി വരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. ഇന്നലെ വരെ ഇവരാരെങ്കിലും ഈ പശുപാലൻ ഞങ്ങളുടെ നേതാവല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പശുപാലനും ലക്ഷ്മി നായരും ഞങ്ങളുടെ നേതാവല്ലെന്ന് കിസ് ഓഫ് ലവിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇവരുടെ ഒരു ഇരട്ട മുഖമാണ് കാണുന്നത്. ഒരു സൈഡിൽ കൂടി സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ആവശ്യം ഉന്നയിക്കുമ്പോഴും മറു സൈഡിൽ കൂടി പെൺവാണിഭവും ഈ സമൂഹത്തിന് യോജിക്കാത്ത നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യും. പക്ഷെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു എന്ത് സന്ദേശമാണ് ഈ കിസ് ഓഫ് ലവ് കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, രക്ഷകർത്താക്കൾക്ക്, യുവജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരു സന്ദേശവുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പറ്റിയത് മീഡിയയും ഈ ബുദ്ധിജീവികളും അങ്ങനെയൊക്കെ ഇടുന്ന ആളുകൾ ഒരു സൈഡിൽ കൂടി ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം അതിനെ വഴിതിരിച്ച് വിട്ടിട്ട് ഇത് ഈ ചുംബനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാക്കി മാറ്റിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊടിച്ചെത്താൻ കാരണം. ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളാരും ചുംബനത്തിനെതിരല്ല, ഞങ്ങളാരും ചുംബിക്കുന്നതിന് എതിരല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബസ് സ്റ്റാൻഡിൽ ഭർത്താവും ഭാര്യയും വന്നിട്ട് ഭാര്യ ഭർത്താവിനെ യാത്ര അയക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയെ ചുംബിച്ച് ബസ്സിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളൊക്കെ ഈ കിസ് ഓഫ് ലവിന്റെ സമരം നടന്നപ്പോൾ അതിനെ ആക്രമിക്കാൻ പോയത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട്, എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്, അമ്മ മകനെ ചുംബിച്ചിട്ട് യാത്രയാവുന്ന കണ്ടിട്ടുണ്ട്. ആരും ചുംബനം, ഈ ചുംബനത്തിന്റെ പേരിൽ പൊതുനിരത്തിൽ കാണുന്ന ഈ ലൈംഗിക വൈകൃതത്തെയാണ് എതിർത്ത അഭിപ്രായം പറഞ്ഞത്. അത് നമുക്കറിയാം. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞങ്ങൾ ഒരിക്കലും ചുംബനത്തിലെയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രണയിക്കുന്നതിനൊന്നും എതിരല്ല. എന്തായാലും ഈ കേസ് കൊണ്ട് താങ്കൾ ഉദ്ദേശിച്ച ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ശക്തി, താങ്കൾ പറയുന്ന ഈ വാദത്തിന് ഒരു ശക്തി ഉണ്ടായി എന്ന് തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഞങ്ങൾ അതേ പറഞ്ഞുള്ളൂ. ഇതിന് ഒരു സന്ദേശവുമില്ല. ഇത് ഈ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത് ഏതെങ്കിലും ഒരു രക്ഷകർത്താവ്, മാന്യമായി ജീവിക്കുന്ന ഒരു രക്ഷകർത്താവ്, മകളെയും മകനെയും ഒക്കെ വളർത്തുന്ന ഒരു രക്ഷകർത്താവ് ഇതിനെ അനുകൂലിക്കുമോ? ഈ പൊതുസമൂഹം അനുകൂലിക്കുമോ? ശ്രീ ഫക്രുദ്ദീൻ അലി, ഇതാണ് ഇപ്പോൾ ശ്രീ ജെ ആർ പത്മകുമാറിനെ പോലുള്ളവർ പറയുന്നത്. അതായത് അവർ ഡൗൺ ടൗൺ റെസ്റ്റോറൻറ്റിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ കിസ് ഓഫ് ലവിൻ്റെ സമരങ്ങളൊക്കെ നടക്കുമ്പോഴും ഉയർത്തിയിരുന്ന വാദം ഇപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി അവർക്ക് പറയാനുള്ള ഊർജം കിട്ടുകയാണ് ഈ കേസോടുകൂടി. ഇത് ഏത് രീതിയിലാണ് നിങ്ങളെപ്പോലുള്ളവർ നോക്കിക്കാണുന്നത്? രാഹുൽ ശിശുപാലിൻ്റെ ഈ ഒരു കേസ് അത് പിന്നെ എന്താണ് ഈ പറയുന്ന കിസ് ഓഫ് ലവ്, എനിക്ക് ആ പേരിനോടൊന്നും യോജിപ്പില്ല. ഞാൻ കിസ് ഓഫ് ലവ് ആദ്യമായിട്ടാണ് ഈ കിസ് ഓഫ് ലവ് എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രവർത്തകർ നടത്തിയൊരു ഗൂഢാലോചനയാണ് എന്നൊക്കെ രീതിയിൽ ചിത്രീകരിക്കുന്നത്. സത്യത്തിൽ അതൊക്കെ നമ്മൾ മുഖവിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് അവസാനം എത്തുക കോഴിക്കോട് റെസ്റ്റോറൻറ്റ് അടിച്ച് തമർത്ത ആളുകളിലാണ്. കാരണം റെസ്റ്റോറൻറ്റ് അടിച്ച് തകർത്ത ആ ഒരു സംഭവത്തിൻ്റെ പുറത്താണ്. കാരണം ഒരു കമിതാക്കൾ അവരുടെ പ്രണയം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട്
ഒരു ചാനൽ കൊടുക്കുന്നു. ആ ചാനൽ കൊടുത്ത വിഷ്വൽസ് ഞാൻ കണ്ടതാണ്. അതിൽ കെട്ടിപ്പിടിക്കുന്നതിലോ ചുംബിക്കുന്നതിലോ കവിതാക്കൾ പ്രശ്നം ഞാൻ കാണുന്നില്ല. അപ്പം അത് അടിച്ചു ചേർത്ത ആളുകൾ തന്നെ അങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്തു, അവർ കൂടി ഇതിൻ്റെ ഭാഗമാക്കാന്നൊക്കെ പറയേണ്ടി വരും. തികച്ചും എന്താ പറയുക, അങ്ങേയറ്റം തരംതാണ് ഒരു ആർഗ്യുമെൻ്റ് അതൊക്കെ. ഞാനത് പറയില്ല, ഞാൻ പപ്പൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് അത് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളത്. ഇപ്പോൾ ഏതൊരു മൂവ്മെൻറ്റ് നമ്മളെടുത്തു, ഇപ്പം മതങ്ങളുണ്ടല്ലോ, ഇപ്പം വിവിധ മത നേതാക്കന്മാർ എന്തൊക്കെ കേസപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മതങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് തൽക്കാലം ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, അതുകൊണ്ട് മതങ്ങൾ അപ്രസക്തമാവുന്നില്ലല്ലോ. ഇവിടെ രാഹുൽ ശിശുപാൽ എന്നുള്ള വ്യക്തിയല്ല പ്രധാനം. ഞാനൊക്കെ ഈ ഒരു കോഴിക്കോട് റെസ്റ്റോറൻറ്റ് അടിച്ച് തമർത്ത സമയത്ത് ആ ഒരു ചെയ്ത ആളുകളെ അതിശക്തമായി എതിർക്കാൻ കാരണം ഒന്ന് ആളുകളെ പ്രൈവസിക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്, ഒന്ന് സദാചാര പോലീസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, മൂന്ന് ശ്രീസാറിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം സംസാരിക്കുന്നതാണ്. അപ്പോൾ അക്കാദമിക്കലായതുകൊണ്ട് ലാലിനും അതറിയാം. നമ്മളെ കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട ഈ ബന്ധങ്ങളുടെ ഒരു തുറന്ന ബന്ധങ്ങളില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കലായ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചൈൽഡ് അബ്യൂസ് നടക്കുന്ന പ്രദേശങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ ഗൾഫ് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന്, ഇതൊക്കെ നമ്മുടെ കേരളമാണ്. ഇത് ഒരു സാമൂഹ്യമായ ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ ഏതൊരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിലില്ല. രണ്ടുപേര് ചുംബിച്ച് കഴിഞ്ഞാൽ അവരെന്തോ പാപികളാണെന്ന് വിചാരിക്കുന്ന ഒരു തലം നമ്മുടെ നാട്ടിലുണ്ട്. മുമ്പതൊക്കെ തന്നെ ആയിരുന്നു. നല്ല കുടുംബങ്ങളെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, മാന്യമായിട്ടുള്ള അച്ഛനമ്മ, ഇന്ദുലേഖ എന്നുള്ള നോവൽ ഡിബേറ്റ് വരുന്നുണ്ട്, മാന്യമായിട്ടുള്ള ആൾ അച്ഛനമ്മമാർ മക്കളെ എങ്ങനെ പഠിപ്പിക്കാൻ വിടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കോൺഷ്യസ്നെസ് അതായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് ഇന്ദുലേഖ അതുപോലെ തന്നെ EMSഉം VT ഭട്ടതിരിവാടനെ പോലെ ആളുകളൊക്കെ വന്നുകൊണ്ട് ലാലും ഞാനും അതുപോലെ തന്നെ നമ്മളെ വലിയ ആങ്കേഴ്സും വലിയ കോളേജ് പ്രൊഫസർമാരെ സ്ത്രീകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വന്നത്. ആ രീതിയിൽ സമൂഹം മുന്നോട്ട് പോകണം. അതേസമയം തന്നെ ഇത്തരം വൈകൃതങ്ങൾ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. ഈ കിസ് ഓഫ് ലവ് എന്നുള്ള മൂവ്മെൻറ്റ് തന്നെ ഇതേ ഈ പറഞ്ഞ ആദർശിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനെ അനുകൂലിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകളെ ചൂഷണ അതിക്രമങ്ങൾ ഇതിനൊക്കെ എതിരെയുള്ള ഒരു ശബ്ദം എന്ന രീതിയിൽ കൂടിയാണ് ഈ മൂവ്മെൻറ്റ് വന്നത്. അതായത് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ മൂവ്മെൻറ്റ് മൊത്തം മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അത് പലരുടെയും കൂടെ അജണ്ടകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഫക്രുദ്ദീൻ അലിയൊക്കെ പറഞ്ഞതുപോലെ കിസ് ഓഫ് ലവ് എന്ന ഒരു മൂവ്മെൻറ്റ്, ആ പേരിൽ എതിർപ്പുകൾ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ തന്നെയും അത് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ, സമരത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ ഒക്കെ ഒരു കഥ ചരിത്രം പറയാനുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റെ ആ പ്രതിഷേധത്തിൻ്റെ മുഖമായി നിന്ന ചില ആളുകൾ കേസുകളിൽപ്പെട്ട് അറസ്റ്റിലാകുന്നതോടുകൂടി അതിന് പ്രസക്തിയില്ലാതാകുന്നു. അന്ന് സദാചാര ഗുണ്ടകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്കൊക്കെ ഇന്ന് വലിയ ശക്തി ഉണ്ടാകുന്നു, വലിയ ശബ്ദമുണ്ടാകുന്നു എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് താങ്കൾ കാണുക? ശ്രീ ജെ ആർ പത്മകുമാറിനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെയാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്ന് അദ്ദേഹം. കിസ് ഓഫ് ലവിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ചെറിലൊക്കെ ഒരു നല്ല സ്പിരിറ്റ് ഓഫ് ഡിസെന്റോടുകൂടിയാണ് വന്നത്. പക്ഷെ അവരുടെ വഴി ശരിയല്ല എന്നുള്ള സുചിന്തിതമായ അഭിപ്രായമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉള്ളത്. രണ്ട്, ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആദരണീയനായ IG ശ്രീ ശ്രീജിത്ത്. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, പോലീസിന്റെ ഒരു പെറ്റേണൽ മുഖം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഒരു പെറ്റേണൽ സ്റ്റേറ്റ്, ഒരു പേരന്റ് സ്റ്റേറ്റ് എന്ന ആശയം ഇന്ന് നമ്മളിൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ബിഗ് ഡാഡിക്ക് എത്രമാത്രം അഭിനന്ദനവും പിന്തുണയും കൊടുത്താലും മതിയാവില്ല. അവർ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം ഇതൊരു വളരെ വലിയ റാക്കറ്റ് ആണെന്നുള്ള സൂചനകളാണ് മാധ്യമ വാർത്തകളിലൂടെയും അദ്ദേഹം പറയുന്നതിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്ന്, ഏതെങ്കിലും രീതിയിൽ ഇവരെ എല്ലാം കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കണം. പറ്റുമെങ്കിൽ അതിനുശേഷം റീഹാബിലിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതും നല്ലതാണ്. കാര്യം പല യങ്സ്റ്റേഴ്സും ഇതിൽ വീണു പോകുന്നതാണ്. സെക്സ് റാക്കറ്റുകളിൽ, ഡ്രഗ് റാക്കറ്റുകളിൽ, സെക്സ് ആൻഡ് ഡ്രഗ് മാഫിയയിലൊക്കെ. യൂത്ത് കമ്മീഷനൊക്കെ തന്നെ പോലീസുമായി ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരുപാട് അവയർനെസ് ക്യാമ്പയിനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സദാചാര പോലീസ് എതിർക്കപ്പെടണം. കാര്യം ഒറിജിനൽ പോലീസ് നമുക്കുണ്ട്, അത് മതി. ശ്രീജിത്ത് സാർ ജോലി ചെയ്തോളും, നമ്മളായിട്ട് സദാചാര പോലീസ് ആവണ്ട. പക്ഷേ അതേപോലെ കിസ് ഓഫ് ലവ് പോലെ തീവ്രമായ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ചേരാത്തൊരു റിയാക്ഷനും നമുക്ക് വേണ്ട. കാര്യം കിസ് ഓഫ് ലവ് ഉയർത്തുന്ന ആശയ പരിസരത്തിൽ നിന്നാണ് ഇതേപോലുള്ള അനാർക്കിസ്റ്റായ അരാജകത്വമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. ഒരു കാലത്ത് റസലും ഓഷോയും ഒക്കെ പറഞ്ഞു വെച്ച ആശയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ലോകം മാറി. ആ ആശയങ്ങൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാനും സദാചാര പോലീസിനെ എതിർക്കുന്നത് കുറെ കൂടെ ബാലൻസ്ഡ് ആയ, സെൻസിബിൾ ആയ അപ്രോച്ചിലൂടെ വേണം എന്നൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഒരു വരി കൂടെ കടന്നു പറഞ്ഞാൽ ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കണം, മധ്യ ഹിന്ദു വലതല്ല നിങ്ങളുടെ ശത്രു, ഇതേപോലെ തീവ്ര ഇടതാണ്. ഉത്തരേന്ത്യ നമ്മളിപ്പം ബീഹാറിലെ ചില ഗ്രാമങ്ങളിൽ പോയിട്ട് കിസ് ഓഫ് ലവ് വേണ്ട,
ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് സമരം നടത്തി കഴിഞ്ഞാൽ അവരടിക്കും. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രദേശങ്ങളുടെ സാമൂഹ്യമായിട്ട് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് അത് സാമ്പത്തികമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും വലിയ വളർച്ച കൈവരിച്ച ഒരു സൊസൈറ്റിയാണ്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ രാഹുലിൻ്റെ കുട്ടിക്കാലത്ത് പെൺകുട്ടികളെ ഞങ്ങളായിട്ട് ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് മണിപത്തൂരിൽ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിൽ അത് ലാലു അലക്സ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ പറ്റി. ആ ഒരു സെൻസിബിലിറ്റി ഇന്നെല്ലാവരും ചുരിദാർ ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് വ്യത്യസ്തമായ ലിംഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം അടുത്തുകൊണ്ടോ അവരവരുടെ സ്നേഹം ചുംബനത്തിലൂടെ പ്രകടിപ്പിച്ചതോ, എനിക്ക് ചുംബനം എന്നുള്ള സത്യത്തിൽ എൻ്റെ ഭാര്യ അല്ല, കാരണം വെച്ചാൽ അതിന് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആരും ചെയ്യും അത് തടയുന്നത് ശരിയല്ല. അതിലൊരു സാംസ്കാരിക പോലീസിംഗ് മാത്രമല്ല, സമൂഹം സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കാണുന്ന രീതിയുടെ വൈകല്യം കൂടിയുണ്ട്. രാഹുൽ ഫക്രുദ്ദീൻ, അങ്ങനെയാണെങ്കിൽ സമൂഹം കുറച്ചുകൂടെ വികസിച്ചാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ശരിയാണ് എന്ന് നമ്മൾ പറയുമോ? ഇത് സാമൂഹിക വികാസമല്ല, തകർച്ചയാണ്. ഇതാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ തിരിച്ചറിയേണ്ടത്. നമ്മൾ പോകുന്ന സ്ലിപ്പറി സ്ലോപ്പ് അപകടത്തിലേക്കാണ്. നിങ്ങൾ വലിയ സംസ്കാരം പ്രസംഗിക്കുക. ഇന്ത്യയിൽ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലേ, കൽക്കത്ത ഇത് പലതും ഭരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള വലതുപക്ഷക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ നിരോധിച്ചൂടെ? എന്താ നിരോധിക്കാത്തത്? ആ ചോദ്യത്തിൽ വലിയ രാഹുലെ കാര്യമൊന്നുമില്ല. രാഹുൽ എന്നെക്കാട്ടിൽ ലോകം കണ്ട ഒരാളാണ്. രാഹുലിന് അറിയാം വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഇതിലും ഭീകരമായത് പതിനെട്ട് സ്ത്രീകളായിരുന്നു ബ്രിട്ടനിലുണ്ടായിരുന്നു. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ്? സാമൂഹ്യ ബന്ധങ്ങൾ മാറ്റം വരും, വ്യക്തി ബന്ധങ്ങൾ അതിന്റെ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു സ്ത്രീയും പുരുഷൻ പരസ്പരം സംസാരിച്ച അടുത്ത് അവിടെ സെക്സ് മാത്രമേ ഉണ്ടാവുന്ന ഒരു കാര്യമില്ല. ഒരു തിന്മ, സാമൂഹ്യമായി തിന്മയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് തുടരണം, അതിന് പിന്തുണ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിലെ കുറവുകൾ മനസ്സിലാക്കി നമ്മൾ പറയണം. നമ്മുടെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ചെയ്തത് മാറി മറയ്ക്കാനുള്ള സമരമാണ് ചെയ്തത്. ഇത് മാറി തുറക്കാനുള്ള സമരമാണ്. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു, യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിട്ടു. ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്ന പ്രശ്നം എന്താണ്? നമ്മൾ യഥാർത്ഥ ആരും ചുംബിച്ചതിൻ്റെ അല്ല. കോളേജിലും പോകുന്ന കൊച്ചു കുട്ടികളെ അവർക്ക് അതല്ല ഞാൻ ഇടപെടുകയാണ്. സമയത്തിന് പ്രശ്നമുള്ളതുകൊണ്ട് അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നേരത്തെ രാഹുൽ തന്നെ പറഞ്ഞതുപോലെ, രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞതുപോലെ ചോദിക്കാൻ ശ്രീജിത്ത് IPS പോലുള്ള പോലീസുകാരുണ്ട്. അത് എന്തിനാണ് ഈ സംഘപരിവാറിന്റെ കൊടിയും കൊണ്ട് ചെല്ലുന്നത് എന്നാണ് പ്രശ്നം. ഞാൻ തിരിച്ചെത്താം. ശ്രീജിത്ത് IPS, ഇപ്പൊ താങ്കളും കേട്ടല്ലോ ഈ ചർച്ചയിൽ പലയിടത്തും ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആക്രമിക്കപ്പെടുന്നത്. അത് പോലീസിനൊരു കാര്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ചർച്ചയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ശ്രീജിത്ത് താങ്കൾക്ക് കേൾക്കാമോ? ശ്രീജിത്ത്, ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തൊരു പക്ഷം വരുന്നുണ്ട്. ഈ പുരോഗമനപരമായ ആശയങ്ങൾ അതല്ലെങ്കിൽ ചുംബന സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആശയങ്ങൾ ഒക്കെ ഇടതുപക്ഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ പോലുള്ളവരൊക്കെ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു സംവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ കിസ് ഓഫ് ലവിലെ പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഈ പെൺവാണിഭത്തിൻ്റെ പേരിൽ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ സദാചാര പോലീസ് എന്ന് പോലീസ് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടർക്കാണ് വിജയമുണ്ടാകുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അതും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇവിടെയുള്ള പുരോഗമനപരമായ ചില ചിന്താഗതികൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള പരിക്കുകൾ ഈ കേസുകളുടെ കൈകാര്യം ചെയ്യലിലൂടെ തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതല്ലേ ഓപ്പറേഷൻ ബിഗ് ഡാഡി? നോക്കൂ, ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് പറഞ്ഞത് ഒരു സങ്കല്പമാണ്, ഒരു ഉദാത്ത സങ്കല്പമാണ്, ഒരു വിഷനാണ്. സ്നേഹിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരും ചൂഷകരായി മാറുമ്പോൾ ഒരു കുട്ടിക്ക് ഈ നാട്ടിലുണ്ടാകേണ്ട അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബിഗ് ഡാഡി എന്ന് പറയുന്നത്. അതിന് രാഷ്ട്രീയമില്ല, അതിന് എന്താ പറയുക, അതിന് നിയമം മാത്രമേ ഉള്ളൂ. നിയമവും നമ്മുടെ ഒരു എന്താ പറയുക സംരക്ഷക സങ്കല്പവും മാത്രമേ അതിനുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു അബദ്ധത്തിൽ പെട്ടുപോയൊരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ നീരാളി കൈകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സഹായഹസ്തം നീട്ടാനുള്ള ഒരു ഉദ്യമമാണ് ബിഗ് ഡാഡി എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് പറയുന്നത്. പോലീസിൻ്റെ വളരെ സഹൃദയമായ മനുഷ്യത്വപരമായ ഒരു സമീപനത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി. അവിടെ ഞങ്ങൾക്ക് നിങ്ങൾ ഈ ചോദിച്ച ഒരു ചോദ്യങ്ങളും ഞങ്ങൾക്ക് പ്രസക്തമല്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷവും പ്രസക്തമല്ല, വലതുപക്ഷവും പ്രസക്തമല്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ നാട്ടിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഓരോ കുഞ്ഞിൻ്റെയും ദയനീയമായ ദൈന്യതയാർന്ന മുഖം.
ഇപ്പോൾ ശ്രീ ഈ ശ്രീജിത്ത്, കേസിൽ അത് തന്നെ താങ്കളെ ഞാൻ പിടിക്കപ്പെട്ട് കുറ്റപ്പെടുത്തുന്നില്ല. താങ്കളുടെ ടീം ഞങ്ങളെ എടുത്ത ഒരു വലിയ രക്ഷിച്ചിട്ടുള്ള പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. അത് വളരെ നല്ലത് തന്നെ. തെറ്റ് ചെയ്തവർ ശിക്ഷ അവർ അനുഭവിക്കുകയും വേണം. പക്ഷെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഒരു പിതാവിന്റെ സ്നേഹം കൊടുക്കുന്ന ഈ ഓപ്പറേഷൻ ഡാഡി ഒരു പ്രത്യേക തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുകയാണല്ലോ. ഇതുവരെ പോലീസിലില്ലാത്ത ഒരു മുഖമാണല്ലോ അത്. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് ചെയ്തവരെ കണ്ടെത്താൻ വേണ്ടി പോലീസ് സ്വീകരിച്ച ചില മാർഗങ്ങൾ ഉണ്ടാകുമല്ലോ, ഇവരെ കറക്കിയിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു അച്ഛൻ്റെ സ്നേഹത്തോടു കൂടി തിരുത്താൻ സാധിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞത് അതാണ്, ഇവർക്ക് ഒരു റീഹാബിലിറ്റേഷനുള്ള ഒരു വഴി കൊടുക്കണം എന്ന്. അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നല്ലോ. അതടച്ചുകൊണ്ട് ഈ ശിക്ഷ ഇപ്പോൾ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ഇവരെ പിടിച്ച് ഇവരെ കുറ്റവാളികളാക്കി ഇനി കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇപ്പോൾ ഇവർ കുറ്റവാളികളാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നു. ഈ കറക്ഷൻ നടക്കുന്നില്ല. മൂന്നാമതായി നേരത്തെ പറഞ്ഞ രണ്ട് സംവാദങ്ങൾ, അതായത് സദാചാര പോലീസും പുരോഗമനവാദികളും തമ്മിലുള്ള ഒരു സംവാദം, അത് ഇപ്പോൾ മറ്റുള്ള ചിലരുടെ ഈ സദാചാര ഗുണ്ടകളുടെ ഒരു മുന്നേറ്റമായി കാണേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ചിലർക്കെങ്കിലും. അത് പോലീസിനേറ്റ ഒരു തെറ്റാണ് എന്ന് തിരുത്തേണ്ട ഒന്നാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല ശ്രീ ശ്രീജിത്ത്. താങ്കൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? നോക്കൂ, പുനരധിവാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വിക്ടിമിനാണ്. ഒരു കുറ്റകൃത്യത്തിന് ഇരയാവുന്ന ഇരയ്ക്കാണ് ആദ്യത്തെ പുനരധിവാസം. പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലീഗൽ ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ചിടത്തോളവും പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരാളെ ഇല്ലാതാക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് അയാൾക്ക് മാനസാന്തരം വന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇഴുകിച്ചേരാനുള്ളൊരു അവസരം തന്നെയാണ്. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ പണിഷ്മെൻറ്റിനോടനുബന്ധിച്ചുള്ള റിഹാബിലിറ്റേഷനെ കുറിച്ച് മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിയമാനുസൃതമായി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ആദ്യം ഈ വിക്ടിംസിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യട്ടെ, ഇവരുടെ ബന്ധുക്കളെ റിഹാബിലിറ്റേറ്റ് ചെയ്യട്ടെ. ഇതിനകത്ത് ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ളവരുടെ ബന്ധുക്കളുടെ ദുരിതവും ദുഃഖവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കളുടെ ദുഃഖം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ കുഞ്ഞിൻ്റെ ദുഃഖം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ഞങ്ങൾ അധിവസിപ്പിക്കട്ടെ ആദ്യം. അവരൊരു തെറ്റും ചെയ്യാതെ, അവർ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിലോ ഒരു തെറ്റും ചെയ്യാതെ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഈ തെറ്റുകൾ ചെയ്തു പോയി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ആ തെറ്റുകൾ ചെയ്തതിൻ്റെ ആ ഒരു പാപഭാരം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആ പാവങ്ങളെയൊക്കെ നമുക്ക് ആദ്യം പുനരധിവസിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിയമത്തിൻ്റെ പ്രക്രിയയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഈ കുറ്റവാളികൾക്ക് മാനസാന്തരം വരേണ്ട, മുഖ്യധാരയിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടാകുന്ന രീതിയിൽ അന്ന് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ നിയമത്തിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പുനരധിവാസ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിച്ചെന്ന് വരാം. വി ആർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ലോ ആൻഡ് നത്തിങ് ബട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ലോ. ഞങ്ങൾ നിയമത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ആ നിയമത്തിൻ്റെ ഉപകരണങ്ങൾ ആണ് എന്നുള്ളതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തിയെയും, അതായത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ. ശ്രീ ശ്രീജിത്ത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്ന ആളുകളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതികൾ? ഇപ്പോ ഈ മാധ്യമങ്ങളിലൂടെ ആഘോഷിക്കപ്പെടുന്ന മുഖങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടവർ. ഇവർ വിക്ടിംസ് അല്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത്. അവർ കൂടി ചിലപ്പോൾ ഇതിനകത്ത് ഇരകളായി പോയതായിരിക്കാൻ സാധ്യതയില്ലേ? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മത്സ്യങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾ കൂടി എത്തുന്നതുവരെ ഒന്ന് കാത്തിരിക്കേണ്ട അവസ്ഥ ഇല്ലേ ശ്രീ ശ്രീജിത്ത്? അപ്പോഴല്ലേ വിക്ടിംസും ഇരകളും ഇരയാക്കപ്പെടുന്നവരും ആരാണ് എന്നുള്ള കൃത്യമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ ശ്രീ ശ്രീജിത്ത്. മുമ്പിലൊരു കുറ്റകൃത്യം വന്ന് പെട്ട് കഴിഞ്ഞാൽ കാത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല നിയമാനുസൃതമായിട്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മറ്റാരെങ്കിലുമൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഞങ്ങളുടെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട്, ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ അതിൽ ഉയർന്നു വരുന്ന ഏത് കുറ്റവാളി, അവരാരായാലും, എത്ര ഉന്നതനായാലും, എത്ര താഴ്ന്ന വ്യക്തിയായാലും, അത് ഞങ്ങൾക്ക് വ്യത്യാസമില്ല. നിയമത്തിന് മുമ്പിൽ നിയമം, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നീതി ദേവത കണ്ണും കെട്ടിയാണ് നിൽക്കുന്നത്. ആ കണ്ണും കെട്ടിയിട്ടുള്ള നീതി ദേവത ഞങ്ങളുടെ ഉദാത്ത സങ്കല്പമാണ്. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, നിഷ്പക്ഷമായി നീതിപൂർവ്വം തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ ഒരു സൂചന താങ്കൾക്ക് തരാൻ സാധിക്കുമോ? ഇപ്പോൾ വന്ന മുഖങ്ങളെക്കാൾ വലിയ
പേടിപ്പെടുത്തുന്ന ആളുകളെ ഞെട്ടിക്കുന്ന ചില മുഖങ്ങൾ ഇതാ വരാനുണ്ട്, അവരും രക്ഷപ്പെടില്ല എന്ന് താങ്കളുടെ ശരീരഭാഷ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? നോക്കൂ, വരാനുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. വരുന്ന മുറയ്ക്ക് എന്ന് ഞാൻ പറയാം. ആര് വന്നാലും വരാനുണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് ഞാനൊരു എന്താ പറയുക, പ്രവാചകനൊന്നുമല്ല. ഞാനൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ വെളിവാകുന്ന കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിനിബദ്ധമല്ലാതെ യാതൊരു തരത്തിലുള്ള ബാധ്യതകളുമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നുള്ളത് ഉറച്ച ഒരു വാക്ക് തന്നെയാണ്, വാഗ്ദാനമാണ്. അത് എൻ്റെ മാത്രം വാഗ്ദാനമല്ല, മൊത്തം പോലീസ് സേനയുടെ, ഞങ്ങളുടെ പോലീസ് ചീഫിൻ്റെ എല്ലാവരുടെയും വാഗ്ദാനമാണ്. അതിൽ നിന്ന് യാതൊരു ലംഘനവും ഈ അന്വേഷണത്തിൽ നിന്നല്ല, ഇതിനെ തുടർന്നുണ്ടാകുന്ന ഒരു അന്വേഷണത്തിലും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. തിരിച്ചെത്താം ശ്രീജിത്ത്. ശ്രീ വി കെ ആദർശ്, എന്തായാലും നേരത്തെ നടന്ന ചർച്ചകളുടെ ഒരു ഘട്ടത്തിലാണ് ഞാൻ ശ്രീജിത്തിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ പോലീസ് ഭാഷ്യം എന്താണെന്ന് അന്വേഷിച്ചത്. ഇപ്പോൾ പുറത്തു നടക്കുന്ന ചർച്ചകളുടെ ഇത് ഫേസ്ബുക്കിലാണല്ലോ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത്. സദാചാര ഗുണ്ടകളും അതല്ലെങ്കിൽ പുരോഗമനവാദികളും എന്ന് പറയാവുന്ന അർത്ഥത്തിലാണല്ലോ ആ ചർച്ചകൾ നമുക്ക് വേർതിരിക്കാനാകുക. അതിപ്പോൾ ഫേസ്ബുക്കിൽ തിരിച്ചടിച്ചിരിക്കുന്നു. മുൻപുണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഇത്തരം മുഖങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞുകുത്തുന്നു. അത് ഏത് രീതിയിലാണ് ഫേസ്ബുക്ക് മാധ്യമ പ്രവർത്തനത്തെ കൃത്യമായി വിശകലനം ചെയ്യുന്ന വി കെ ആദർശിന് കാണാനാകുക? ഒന്നാമത് ഈ കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ പരസ്പരം ചുംബിക്കാനുള്ള ഒരു സമരം അല്ല. അതൊരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ കോസ് ആണ് അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്, വ്യക്തികളല്ല. അതിൻ്റെ മുന്നിൽ വെക്കുന്ന കോസാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ്. നേരത്തെ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ലാലൊക്കെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ചിലപ്പോൾ ആണും പെണ്ണും അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഷേക്കാൻ കൊടുക്കുന്ന ഒരു പ്രശ്നമല്ലായിരിക്കാം. ഇപ്പോൾ ബീഹാറിലെ ഉള്ളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഉള്ളിലേക്ക് പോകുമ്പോൾ നേരിട്ട് കാണുന്നത് പോലും ചിലപ്പോൾ ഇടങ്ങൾ കാണും. അത്തരത്തിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഏറിയും കുറഞ്ഞും ജെൻഡർ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ജെൻഡർ ഈ ഡിവൈഡിൻ്റെയും വലിയ പ്രശ്നം, ഒരു വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഇല്ലാതാക്കുകയോ ഗ്യാപ്പ് കുറച്ചുകൊണ്ട് വരികയോ ആണ് നമ്മളുടെ ലക്ഷ്യം. അവിടെ കിസ് ഓഫ് ലവ്, അവിടെ പരസ്പരം റോഡിൽ വന്ന് ചുംബിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു ഷോക്കാണ്. ഈ പൊളിറ്റിക്സിലെ ഈ ഒരു വലിയ കോസിന്റെ ഭാഗമായി ഒരു ഷോക്ക് കൊടുക്കുക. ആ ഷോക്കിനകത്തൊരു മാറ്റം, ഇങ്ങനെയൊക്കെ മാറ്റം ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീകാത്മകമായ ഒരു സിമ്പിൾ മാത്രമായിരുന്നു. അല്ലാതെ നാളെ എല്ലാവരും റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയോ അല്ലെ ആലിംഗനബദ്ധരായി നിൽക്കുകയോ ഒന്നും അല്ല അതിന്റെ ലക്ഷ്യം. മറിച്ച് ഇതൊരു വലിയ കോസിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവന്ന ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ടായത് തുടക്കത്തിലെ ഒന്ന് കലങ്ങുന്നത് നല്ലതാണ്, അത് കലങ്ങി തെളിയുന്നത് നല്ലതാണ്. കാരണം ഒരു കോസാണ് മുന്നോട്ട് വെക്കേണ്ടത്, അതിന്റെ വ്യക്തികളല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അതിന്റെ പിന്നണി പ്രവർത്തകർക്കും അല്ലെങ്കിൽ പിന്നിന്റെ കൂടെ കൂടുന്ന നമുക്കെല്ലാവർക്കും കിട്ടേണ്ട ഒരു വലിയ ഷോക്ക് തന്നെയാണ്, ഒരു ഇഞ്ചക്ഷൻ തന്നെയാണ് ഈ പ്രശ്നം. അതിനകത്തൊരു സംശയമില്ല. ശ്രീജിത്ത് വളരെ കൃത്യമായി ഇത് അന്വേഷിച്ച് തെളിയിച്ചോട്ടെ. ആ തെളിയിക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ തെളിവ് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് തന്നെ ചില സാധനങ്ങൾ ഇതിനകത്ത് ഇല്ലാതാവുകയും ഇത് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോസ് ഈ ഒരു പ്രശ്നം കാരണം മുന്നോട്ട് വരികയും വ്യക്തികൾ ഇല്ലാതായി മാറുകയും ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് ചർച്ചകൾ നിരീക്ഷിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ എടുത്തു ചാടി അഭിപ്രായം പറയുന്ന എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരു കാര്യത്തോട് സൂചിപ്പിക്കട്ടെ, അഭിഷേക് മനു സിംഗ്വി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നല്ലോ, അവരുടെ വക്താവുമായിരുന്നു. അദ്ദേഹം ഇതേപോലൊരു ആരോപണത്തിൽ ജഡ്ജാക്കാമെന്നും പറഞ്ഞു ഒരു അഭിഭാഷകയെ എടുത്ത് കാണിച്ച വിക്രിയകൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അടക്കം റിപ്പോർട്ട് ചെയ്തപ്പം കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഉത്തരം പറഞ്ഞത്, ആ വ്യക്തിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. കോൺഗ്രസിന്റെ മഹനീയമായ 140 വർഷത്തെ സംസ്കാരം അല്ല, ആ കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്ക് കൊണ്ടുവന്ന പ്രശ്നം അല്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്, മറിച്ച് വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ അപജയമാണത്. അത്തരത്തിൽ ഇത് രാഹുൽ പശുപാലിന്റെ അപജയമാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ ആ അപജയം ആ വഴിക്ക് ചർച്ച ചെയ്യാം. പക്ഷേ കിസ് ഓഫ് ലവ് എന്ന് പറയുന്നത് എന്താണ് ആൾക്കാർ തമ്മിൽ ഇടപെടാനുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സിന്റെ ഒരു വലിയ തലം മുന്നോട്ട് വയ്ക്കുന്നെങ്കിൽ അതായിരിക്കണം ചർച്ചയിൽ വരേണ്ടത്. അതാണ് ഇതിന്റെ സത്യം. തീർച്ചയായിട്ടും ശ്രീ ജെ ആർ പത്മകുമാർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഈ കിസ് ഓഫ് ലവിൻ്റെ ഒക്കെ പ്രത്യയശാസ്ത്രത്തെ ഇപ്പം കിട്ടിയ അവസരം കൊണ്ട് തള്ളിപ്പറയാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അത് കൂടുതൽ ശക്തിയായി തന്നെ മുന്നോട്ട് പോകും. അതേസമയം ഈ കേസിൽപ്പെട്ടവരെ ശ്രീജിത്ത് IPS പോലുള്ളവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും, അവരും അവരുടെ ജോലി ചെയ്യും. പക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു ഐഡിയ ഈ ഘട്ടത്തിനിടയിൽ കൂടെ തള്ളിക്കയറ്റാൻ ശ്രമിക്കേണ്ട എന്നാണ് വി കെ ആദർശിനെ പോലുള്ളവർ പറയുന്നത്.
ഇത്തരം ലൈംഗിക ഈ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത നടപടികൾ പൊതുനിരത്തി ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും കാണുമ്പോൾ. അവർ ഗുണ്ടകളും ഇത്രമാത്രം വൈകൃതവും വെറും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ സോഷ്യൽ റിഫോമേഴ്സ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഇവർ പറയുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, വലിയ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇല്ലേ? നിങ്ങൾ കാണുമോ ജനറൽ പൊളിറ്റിക്സിൽ ഭാര്യയുടെ പടം പോസ്റ്റിലടിക്കാതെ ഭർത്താവിൻ്റെ പടം അടിച്ചുകൊണ്ട് ഇവിടെ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കൊണ്ട് ഇവരെന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? അതിനുവേണ്ടി 10 ചുമ്മന സമരം നടത്തുന്നുണ്ടോ? ഒന്നും നടത്തുന്നില്ലല്ലോ. ഇവിടെ പാവപ്പെട്ട ആളുകൾ, ആദിവാസികൾ ഈ കുപ്പച്ചട്ടിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെതിരായിട്ടൊന്നും ഒരു സോഷ്യൽ റിഫോംസും ഒരു ചുമ്മന സമരവും ഒരു കൂട്ടയോട്ടവും ഒന്നും നടത്തുന്നില്ല. ഈ ലൈംഗിക വൈകൃതത്തിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ പ്രാകൃതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തികച്ചും പുരോഗമനമല്ലാത്ത ഒരു നടപടിയാണ്. ഫക്രുദ്ദീൻ അലിയെ പോലുള്ളവർ ലൈംഗിക വൈകൃതത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് ശ്രീ ജെ ആർ പത്മകുമാർ പറയുന്നത്. ഫക്രുദ്ദീൻ, പപ്പൻ ചേട്ടൻ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം പപ്പൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ ഭർത്താവിൻ്റെ ചിത്രം വെച്ച് ഫോട്ടോ എടുപ്പിച്ചു. അന്ന് നമ്മൾ തന്നെ അല്ല ഇവിടെ നിന്ന് ചർച്ച ചെയ്തത്, ഞങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ ലീഗുകാർ കാണിച്ച വൃത്തിയാണ്. ലീഗുകാരല്ല ആര് കാണിച്ചാലും, RSS BJP കാണിച്ചു എനിക്കറിയില്ല, അവർ കാണിച്ചാൽ ആരും വൃത്തിയാണ്. ലീഗുകാരെ കാണിച്ചാൽ എനിക്കറിയാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ആദിവാസികളാരും ഞാനും ആദർശമൊക്കെ ഉൾപ്പെടെയുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. കേരള വികസന മാതൃകയുടെ ഭാഗം ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ആദിവാസി. അവരുടെ പ്രവർത്തിക്കണമെന്ന് ഇവിടെ മുഖ്യധാര പാർട്ടികളല്ല, നമ്മളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ CPM കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഷയവും ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട, പെട്ടെന്ന് വിസിബിൾ അല്ലാത്ത ഉള്ളോട്ട് ചെയ്യുന്ന. അപ്പോൾ ശ്രീജിത്ത് സാറിനെ പോലുള്ള പോലീസ് ഓഫീസർമാരെ കൃത്യമായിട്ട് അറിയാം, സൈക്കോളജിസ്റ്റുകൾക്ക് വലിയൊരു പ്രശ്നമാണ് കേരളത്തിൽ ജെൻഡർ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നം. ഇത് അഡ്രസ്സ് ചെയ്യാനുള്ള മാർഗം എന്ന രീതി ഞാൻ ബേസിക്കലി പേഴ്സണലി എനിക്ക് ബയോളജിക്കലായിട്ട് ഈ അണുസംക്രമണത്തിന് കാരണമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് കിസ് ഇഷ്ടമല്ല. എനിക്ക് ഭാര്യയല്ല വേറെ കിസ് ചെയ്യുന്നത് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഹഗ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ സമരം ഒരു സിമ്പിൾ മാത്രമാണ്. ആ രീതിയിലാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വലിയ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു സംവാദത്തിനുള്ള മാർഗം എന്ന രീതിയിലാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലാതെ കിസിനല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഈ പറഞ്ഞ ഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ളവർ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. കിസ് ഓഫ് ലവിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളോ അല്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ചില മുഖങ്ങളോ ഇത്തരത്തിൽ മുന്നോട്ട് വന്നു, അവർ ഒരുപക്ഷെ ഇപ്പോൾ ഒരു കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കിസ് ഓഫ് ലവിൻ്റെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആദർശങ്ങളെ മുഴുവൻ നിങ്ങൾ നിരാകരിക്കുന്നതാണെങ്കിൽ, ശ്രീ MP രാജേഷിനെ പോലുള്ളവർക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അസാറാം ബാപ്പുവിൻ്റെ കാര്യം. അദ്ദേഹം ഒരു മതവിഭാഗത്തിൻ്റെ ആചാര്യനായി അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഈ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളും ശ്രീ നരേന്ദ്രമോദിയെ പോലുള്ളവരുമൊക്കെ ഇപ്പോഴും ആരാധനയോടുകൂടി കാണുകയും അദ്ദേഹത്തെ മുൻപും അതുപോലെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തള്ളിപ്പറയാൻ സാധിക്കുന്നതാണോ? നിങ്ങളത് വഴിതിരിച്ച് ഈ മീഡിയ ഇതിൽ തന്നെ ആദ്യമേ തന്നെ ഇത് യഥാർത്ഥ വസ്തുത അത് അവഗണിച്ചുകൊണ്ട് മറ്റു പലത്തിലേക്ക് പോകുന്നതാണ് അവസ്ഥ. അല്ല, നരേന്ദ്രമോദി നിങ്ങൾ അയാളെ കാണാൻ പോയി, സ്വാമിയെ കാണാൻ പോയി എന്നുള്ളൊരു ധ്വനി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സമരം ചെയ്ത ആളുകളല്ലേ പാർട്ടി ഓഫീസിനകത്ത് സ്ത്രീപീഡനം നടത്തി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നത്? നമ്മൾ കണ്ടില്ലേ? ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകളുടെ പാർട്ടി ഓഫീസിലല്ലേ പീഡിപ്പിക്കപ്പെട്ടത്? അതുകൊണ്ടാരും മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലല്ലോ പറയുന്നത്. ഇതല്ല, ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സംഘടനയിൽ പെട്ട ആളുകൾ ഇന്നൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശശുദ്ധി മുഴുവൻ നിങ്ങൾ എങ്ങനെ തള്ളിക്കളയും? അതങ്ങനെയാണെങ്കിൽ അസാറാം ബാപ്പുവിനെ പോലുള്ള ആളുകളൊക്കെ ഈ രീതിയിൽ ജയിലിൽ കിടക്കുമ്പോൾ മതാചാര്യന്മാരെ മുഴുവൻ നിങ്ങളും തള്ളി പറയുന്നുണ്ടോ? അതല്ലല്ലോ, മതാചാര്യന്മാരുടെ കാര്യമല്ലല്ലോ ഇവിടെ നമ്മൾ ചർച്ച. നമ്മൾ ചെയ്യേണ്ടത് ഒരു സമൂഹത്തെ മൊത്തം ഒരു നല്ല വഴിക്ക് നയിക്കാൻ കഴിയാത്ത രീതിയിൽ പറഞ്ഞോട്ടെ ഒരു രീതിയിലുള്ള കാര്യം വരുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി നമ്മൾ ചർച്ച ചെയ്യണം. ഈ ഇത്തരത്തിലുള്ള എന്ത് സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, ഇതേ കൃത്യമാണ് അസാറാം ബാപ്പു ചെയ്തത്. ഇതേ കൃത്യമാണ് ആത്മീയതയുടെ ഇതേ കൃത്യം തന്നെയാണ് അസാറാം ബാപ്പുവും ആത്മീയതയുടെ പേരിൽ ചെയ്തത്. അതുകൊണ്ട് ആത്മീയത മുഴുവൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ കക്ഷി രാഷ്ട്രീയം കടന്നു വന്നിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ ഈ സമരത്തെ തള്ളിപ്പോകുന്നതാണ്. എന്നാൽ ഇടതുപക്ഷക്കാരായ എന്നെ പോലുള്ള ചില ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് മാത്രമല്ല, അത് ഈ പാർട്ടി ഓഫീസിലെ കാര്യവും മറ്റു കാര്യങ്ങളും കൊണ്ട് കൊണ്ടുവരേണ്ട ആവശ്യം അങ്ങനെ സംഭവം വന്ന സമയത്ത്
ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം നരേന്ദ്രമോദിയുടെ കാര്യം നിങ്ങൾ അല്ല പപ്പൻ ചേട്ടാ നിങ്ങളാണ് മോഡിനെ കൊണ്ടുവന്നത്. ലാൽ കൊണ്ടുവന്നോ? ലാൽ മോഡിനെ കൊണ്ടുവന്നോ? എനിക്കറിയില്ല. എം പി രാജേഷ് പറഞ്ഞ കാര്യം, എം പി രാജേഷ് ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? പ്രവർത്തിച്ചവരാണ് ശ്രീ എം പി രാജേഷ് എന്തായാലും ശ്രീ എം പി രാജേഷ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ ആ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ ആ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇടാം എന്ന് ശ്രീ എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഇന്നോ ഇന്നലെയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഞാൻ താങ്കളോട് ആ ചോദ്യം ചോദിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ എന്താണ് ഇതിനിടയിൽ പെട്ടെന്ന് പറയാൻ ശ്രമിച്ചത് ഒന്ന് പറയൂ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആസാറാം ബാപ്പുവിനെ പോലുള്ള ആൾക്കാർ കുറ്റക്കാരാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഒരൊറ്റ കാര്യമാണ്, കൃത്യമായിട്ടൊരു രാഷ്ട്രീയം പറയാം. ഇടതുപക്ഷക്കാർ ഓർക്കേണ്ട കാര്യം, CPM ഓർക്കേണ്ട കാര്യം, RSSകാരല്ല നിങ്ങളുടെ പ്രധാന ശത്രു, ഹിന്ദു വലതുപക്ഷമല്ല, ഈ തീവ്ര നക്സലുകളാണ്. ഞാനൊരു ഗാന്ധിയൻ ദർശനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ തീവ്ര സാംസ്കാരിക നക്സലുകൾ, മാവോയിസ്റ്റുകൾ ഈ രാജ്യത്തിന്റെ കൾച്ചറൽ ഫൗണ്ടേഷൻ ഇല്ലാതാക്കും, അറിഞ്ഞോ അറിയാതെയോ. ആ തീവ്ര ഇടതു സ്വഭാവത്തിലേക്ക് പോകുന്നവരെ തടയുന്ന ഒരു നിലപാട് ഇടതുപക്ഷം എടുക്കണം. അത് തന്നെയാണ് മുമ്പ് ആ നിലപാട് തുടരണമെന്നും കുറെ കൂടെ ബാലൻസ്ഡ് ഒരു അപ്രോച്ചിലേക്ക് വരികയും ചെയ്യണം. ഒരു സമരമാണ് ഈ തോക്കെടുത്ത് പോകുന്ന ആളുകൾ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ആ നുഴഞ്ഞു കയറുന്നത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഈ രാഹുൽ ഈശ്വരല്ല, മറ്റേ രാഹുൽ പശുപാലിൻ്റെയൊക്കെ സമ്മതത്തോട് കൂടിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ആ രീതിയാക്കി അത് കാണേണ്ട ആവശ്യമില്ല. എന്തിനാ എല്ലാത്തിനും നമുക്ക് മാവോയിസം RSS ഇസ്ലാമിസ്റ്റും ആക്കുന്നത്? ഒരു രാജ്യത്തെ തന്നെ തകർക്കണമെങ്കിൽ ഇപ്പൊ ഏറ്റവും നല്ല രാസായുധം ഒന്നും വേണ്ട, അതിന്റെ സംസ്കാരം. അതിപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഏറ്റവും അവസാനം ശ്രീ ശ്രീജിത്ത് IPS തന്നെ നമുക്ക് ഒന്ന് പോകേണ്ടി വന്നിരിക്കുന്നു. ശ്രീ ശ്രീജിത്ത് IPS, എന്തായാലും ഇത്രമാത്രം വലിയ രാഷ്ട്രീയ ചർച്ചയാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി ഉണ്ടാക്കുന്നത്. അത് പോലീസ് കണ്ടില്ല എന്ന് കണ്ണ് കെട്ടിക്കൊണ്ട് നീതിയെ മാത്രം സംരക്ഷിക്കുന്ന അർത്ഥത്തിലേക്ക് പോകുമ്പോഴും ചുറ്റുപാടുകളിൽ ക്രമസമാധാനത്തിൻ്റെ ഒരു പരിപാലനത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി പോലീസിനുണ്ട്. ഇത് കൂടി കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് അതിനോട് പ്രതികരിക്കാൻ തോന്നുന്നത്? ഈ കേസ് കൃത്യമായി തന്നെ താങ്കൾ തുടങ്ങിയെടുത്ത് തന്നെ അതേ ശക്തിയോടുകൂടി തന്നെ അവസാനത്തെ പ്രതിവരെയും കണ്ടെത്തി അവതരിപ്പിക്കേണ്ടി വരും. എല്ലാ തെളിവുകളും ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ നേരത്തെ സത്യം ചെയ്തതുപോലെ എത്തിക്കേണ്ടി വരും. അതൊക്കെ താങ്കൾ ഇപ്പോൾ ചങ്കൂറ്റത്തോടു കൂടി ഏറ്റെടുക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാനാണോ ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഇത് നമ്മൾ പിന്നെ ഈ ചുറ്റും നടക്കുന്ന ചർച്ചകളെല്ലാം വളരെ ആശയപരമായിട്ടുള്ള, വളരെ ആരോഗ്യപരമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. ഇത് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് ഇത്രയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശ്ലാഘനീയമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു, ഇതിൽ ശരിയേത് തെറ്റേതെന്ന് നിങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ വഴി മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഇനി ഈ നിയമത്തിൻ്റെ വഴി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്തൊരു പ്രിവെൻഷൻ്റെ ആസ്പെക്റ്റ് കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ തുടർന്ന് സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ മഹാമനുഷികളെയൊക്കെ കൂട്ടായിരുത്തി തന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ കേസ് കേസ് നടന്നത് ഒരു ദുരവസ്ഥ, ഒരു പൊട്ടിപ്പഴുത്തൊരു വ്രണത്തെ നമ്മൾ കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുന്നു. ആ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വ്രണം ഉണ്ടാവാതിരിക്കാനുള്ള വഴികളും കൂടെ നമ്മൾ ഫലപ്രദമായി ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വഴി. തീർച്ചയായിട്ടും അത് വലിയ വ്രണമായി മാറാതിരിക്കട്ടെ, സദാചാര ഗുണ്ടകൾ ഈ അവസരം മുതലാക്കാതിരിക്കട്ടെ എന്ന ചിലരുടെ പ്രാർത്ഥന കൂടി ന്യൂസ് ആൻഡ് ന്യൂസ് ഇവിടെ പക്ഷപാതമില്ലാതെ ഒരു വിധേയത്വവും ഇല്ലാതെ അവതരിപ്പിക്കുകയാണ്. അത് യാതൊരു സംശയവും വേണ്ട. പുരോഗമന ആശയങ്ങൾ തന്നെയാണ് ന്യൂസ് ആൻഡ് ന്യൂസിന്റെയും അജണ്ടയിലുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ശ്രീജിത്ത് IPS, ശ്രീ VK ആദർശ്, ശ്രീ JR പത്മകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, രാഹുൽ ഈശ്വർ.